വെൽക്കം ടു ഓൾ. ഞാൻ നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ ബിസിനസ് റിസർച്ചാണ് എടുക്കണത്. ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് 6th സെമ്മിലേക്കാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. നിങ്ങൾ 6th സെമസ്റ്ററിൽ ചെയ്യുന്ന പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരു കോൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു കോൺസെപ്ച്വൽ ഗൈഡ് ലൈൻസ് തരുന്ന ഒരു സബ്ജക്റ്റാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ടോപ്പിക്ക് സെലക്ട് ചെയ്യണം, എങ്ങനെ ഡാറ്റാസ് കളക്ട് ചെയ്യണം, ആ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ടൂൾസ് എന്താണ്, എന്തൊക്കെ അനാലിസിസ് ചെയ്തിട്ടാണ് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ വേണം നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സബ്ജക്റ്റിലൂടെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് നമുക്ക് 5th സെമ്മിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റ് മറ്റ് സബ്ജക്റ്റുകൾ കാണാതെ പഠിക്കണ പോലെയല്ല, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു പ്യുവർലി തിയറി പേപ്പറാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് വേണം ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട്. ഇന്നിവിടെ നമ്മൾ എന്താണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യണത്. അതിലെന്താണ് റിസർച്ച്, അതിൻ്റെ ടൈപ്സ്, പിന്നെ എന്താണ് ബിസിനസ് റിസർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് റിസർച്ച് എന്താണെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവേഷണമാണ്. ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ നടത്തുന്ന ഒരു സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. വെറുതെ ഒരു കാര്യം കണ്ടുപിടിക്കുകയല്ല, നമ്മൾ ആ സിറ്റുവേഷനിലുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും അനലൈസ് ചെയ്ത് ഓരോ വാരിയബിളും സ്റ്റഡി ചെയ്ത് നമ്മളൊരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മീനിങ് പോലെ എഴുതണമെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മീനിങ് ആണ് എന്ത്, റിസർച്ച് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്തിൻ്റെ പ്രോസസ്സ്? പ്രോസസ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു പ്രോസസ്സാണ് എന്ത്, റിസർച്ച് എന്ന് പറയുന്നത്. വെറുതെ നമ്മളൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഐഡൻറ്റിഫൈ അല്ല, ഇറ്റ്സ് ഡൺ ത്രൂ സ്റ്റഡി ആൻഡ് അനാലിസിസ് ഓഫ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ആ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് വാരിയബിൾ സ്റ്റഡി ചെയ്ത് അതിൻ്റെ അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. സോ റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം ആഫ്റ്റർ thorough study and analysis of situational factors. ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. റിസർച്ച് ഫസ്റ്റ്ലി ഇറ്റ് ഈസ് ആൻ process and it is done for finding solution to a problem and it's done through study and analysis of situational factors. ഈ 3 കാര്യത്തിലാണ് നമ്മൾ അവിടെ സ്ട്രെസ് കൊടുക്കേണ്ടത്. സോ റിസർച്ച് ഈസ് എ process of finding solution to a problem through study and analysis of situational factors. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഒരു എന്ത് സാധനം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും അങ്ങനെ ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു ജോൺ W. ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡെഫിനിഷനാണ് റിസർച്ചിൻ്റെ എന്ന് പറയുന്നത്. ആൾ പ്രകാരം റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർച്ച് മേ ബി ഡിഫൈൻഡ് ആസ് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. അതായത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെന്ന രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ് എന്ത്, റിസർച്ച് എന്ന് പറയുന്നത്. വെറും അനാലിസിസ് മാത്രമല്ല, വി ഹാവ് ടു റെക്കോർഡ് ദ കൺട്രോൾഡ് ഒബ്സർവേഷൻ. ഈ 2 പ്രോസസ്സും കൂടിയുള്ളതാണ് എന്ത്, റിസർച്ചിൻ്റെ ആ ബിഗിനിങ് എന്ന് പറയുന്നത്. ഈ 2ഉം എന്തിലേക്ക് ലീഡ് ചെയ്യും, ഡെവലപ്മെൻറ്റ് ഓഫ് ജനറലൈസേഷൻ പ്രിൻസിപ്പിൾസ് ഓർ തിയറി. നമുക്കറിയാം റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പുതിയ പ്രിൻസിപ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ തിയറീസ് ഡെവലപ്പ് ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഫിനോമിന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ലീഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ജനറലൈസേഷൻസ് പ്രിൻസിപ്പിൾ ഓർ തിയറീസ്. അങ്ങനെ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഈസിലി പ്രെഡിക്റ്റ് ആൻഡ് കൺട്രോൾ ദ ഇവൻറ്റ്. ആ ഒരു എൻറ്റയർ ഫ്രം ദ ബിഗിനിങ് ഓഫ് അനാലിസിസ് ടു ദ എൻഡ് ഓഫ് കൺട്രോളിങ് ഓഫ് ഇവൻ്റ് ആണ് എന്ത്, റിസർച്ച് എന്ന്
പറഞ്ഞ. സോ റിസർച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ഒരു 5 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ്. സെക്കൻഡ് വൺ, റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. തേർഡ് വൺ, that may lead to the development of generalization, principle or theories, and its result in prediction and control of event. ഇത് മൊത്തം ആ ജോൺ ഡബ്ല്യു ബെസ്റ്റിൻ്റെ ഒരു സിംഗിൾ ഡെഫിനിഷനാണ്. ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കാണ് പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഡെഫിനിഷൻ. മാക്സിമം ഇത് പഠിച്ച് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് റിസർച്ച് എന്നുള്ള ആ 3-4 എലമെൻറ്റ്സ് പിക്ക് ചെയ്തെടുക്കുക. ഒന്നാമത്തെ വരുന്നത് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ്. സെക്കൻഡ് പോയിന്റ്, റെക്കോർഡിംഗ് ഓഫ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. Third point, it include the development of generalization or principle and its result in prediction and ultimate control of event. ഇനി നമ്മുടെ സിലബസ് പ്രകാരം ആക്ച്വലി ശരിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് സ്കോപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് റിസർച്ച് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫീച്ചേഴ്സും സ്കോപ്പൊക്കെ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് കാരണം ഞാൻ അടുത്ത ടോപ്പിക്കായിട്ട് ടൈപ്പ് ഓഫ് റിസർച്ചാണ് എടുത്തിരിക്കുന്നത്. ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്ക സമയത്തും എസ്സേ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. ഡിഫൈൻ റിസർച്ച് ആൻഡ് ഇറ്റ്സ് ടൈപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-12 ടൈപ്പ് ഓഫ് റിസർച്ച് നമ്മുടെ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മൊഡ്യൂൾ പ്രകാരം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലൊരു 3-4 ടൈപ്പാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കാണാം. ഫസ്റ്റ് റിസർച്ചിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയറിനെ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ, ഒരു പ്യൂപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന റിസർച്ചുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ എന്തെങ്കിലും ഒരു ഫിനോമിനയുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ നേച്ചർ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫിനോമിനയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുക. അതായത് അതെങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള റിസർച്ചുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സർവേസ് കണ്ടക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഇൻഫോർമേഷൻ നമ്മൾ പിക്ക് ചെയ്യാറ്. സർവേസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ എടുത്ത് പോയിട്ട് ക്വസ്റ്റിനെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാറ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഇൻക്ലൂഡ് സർവേസ് ആൻഡ് ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ് ആണ്. സർവേസിനെയും ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ എയിം അല്ലെങ്കിൽ എന്തിനാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് പ്രസൻറ്റ്. എങ്ങനെയാണോ അല്ലെങ്കിൽ എന്ത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രിഫറൻസ് ഓഫ് പീപ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി നടത്തുക എന്ന് പറയും. അതെന്താണ്, അത് തരത്തിലുള്ളൊരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. കാരണം എന്താണ്, നമ്മൾ ആളുകളോട് പോയി ചോദിച്ചിട്ട് അവരുടെ പ്രിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ എന്താണ് ഒരു ഫിനോമിന, എന്താണ് അതിൻ്റെ നേച്ചർ, എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെയുള്ള സ്റ്റഡികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ വാരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ റിസർച്ചർക്ക് പറ്റില്ല. റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ വാരിയബിൾ. റിസർച്ചർക്ക് ആ ഫിനോമിനത്തെ വാരിയബിൾസിൻ്റെ മുകളിൽ യാതൊരു കൺട്രോളില്ല. ജസ്റ്റ് എന്താണ് ആ വാരിയബിൾ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് കപ്പാസിറ്റി ഉള്ളൂ. ഫ്രീക്വൻസി ഓഫ് ഷോപ്പിംഗ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള റിസർച്ച് സ്റ്റഡീസ്, അതുപോലെ ബ്രാൻഡ് പ്രിഫറൻസ് ഓഫ് പീപ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള റിസർച്ച്, അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള റിസർച്ച്, അതൊക്കെ എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് എക്സാമ്പിളാണ്. സോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർച്ച് വിച്ച് ക്യാരി ഔട്ട് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസ്ക്രൈബിങ് എ സ്റ്റേറ്റ് ഓഫ് അഫയർ ആസ് ഇറ്റ് എക്സിസ്റ്റഡ് പ്രസൻറ്റ്. അതാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഒരു പെർട്ടിക്കുലർ ഫിനോമിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചുകളെ പറയുന്ന പേരാണ് എന്ത്, ഡിസ്ക്രിപ്റ്റീവ്
റിസർച്ച് എന്ന് പറയണത്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അനലറ്റിക്കൽ റിസർച്ചാണ്. അനലറ്റിക്കൽ റിസർച്ച്, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് ഞാൻ പറഞ്ഞു നമ്മൾ എന്താണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഫിനോമിന എന്താണെന്ന് ഐഡൻറ്റിഫൈ ആണ്. അതായത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യണത് എന്താണ് പ്രൈമറി ഡാറ്റയാണ്. പക്ഷെ അനലറ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫിനോമിനനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനലറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അതായത് ജേർണലിലൂടെയോ ഗവൺമെൻറ് പബ്ലിക്കേഷൻസിലൂടെയോ ന്യൂസ് പേപ്പറിലൂടെയോ ബുക്സിലൂടെയോ ഒക്കെ ഓൾറെഡി നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്ത് ഒരു ഫിനോമിന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് അനലറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അനലറ്റിക്കൽ റിസർച്ചിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മെറ്റീരിയലുകളുടെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തിയിട്ട് ആ ഫിനോമിന എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫിനോമിനയിലെ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റഡികളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനലറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഹിയർ വി ആർ ഡിസ്ക്രൈബിങ് റിലേഷൻഷിപ്പ് എമംഗ് വാരിയബിൾ. സോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പറഞ്ഞാൽ എന്താണ് നമ്മൾ പ്രൈമറി ഡാറ്റ സർവേസിലൂടെ കളക്ട് ചെയ്ത് ഒരു ഫിനോമിനേനെ ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഡിസ്ക്രൈബ് ചെയ്യുന്ന തരത്തിലുള്ള റിസർച്ചുകളാണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. പക്ഷേ അനലറ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞതാണ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡറി ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്തിയിട്ട് ഒരു ഫിനോമിനയുടെ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് അനലറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കംപ്ലൈൻസ് എങ്ങനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നതാണ് അനലറ്റിക്കൽ റിസർച്ചാണ്. അവിടെ നമ്മൾ എങ്ങനെ നമുക്ക് ആ കംപ്ലൈൻറ്റ് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് എന്ത് അവിടുത്തെ മാറ്റർ. അതായത് എന്തൊക്കെയാണ് എന്താ അപ്പം അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്തൊക്കെ കംപ്ലൈൻറ്റ്സ് ആണ് അവർക്കുള്ളത് എന്ന് അത് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിരിക്കും. അവരെന്തൊക്കെ സജഷൻസ് ആണ് വെച്ചിരിക്കുന്നത് അത് ഓൾറെഡി അവൈലബിൾ. ഇനി മറ്റുള്ളവർ ഇത് റെഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്തു അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഇതെങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അങ്ങനെയുള്ളൊരു റിസർച്ചുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അനലറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് എന്ത് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ അതായത് ബേസിക് റിസർച്ച് ഓർ പ്യുവർ റിസർച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർച്ചാണ് എന്ത് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ബേസിക് റിസർച്ച് പ്യുവർ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി നമ്മുടെ നോളേജ് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചാണ് എന്ത് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഫോർമുലേഷൻ ഓഫ് തിയറീസ് അല്ലെങ്കിൽ ജനറലൈസേഷൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഹിയർ വി ആർ ഗ്യാദറിങ് നോളേജ് ഫോർ അവർ നോളേജ് സേക്ക്. അതായത് നമ്മുടെ അറിവ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിയറീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. മാത്തമാറ്റിക്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും കെമിസ്ട്രിയിലത്തെ നമ്മുടെ കെമിസ്ട്രിയിലുള്ള എന്തെങ്കിലും തിയറികൾ ഡെവലപ്പ് ചെയ്യുക അതൊക്കെ എന്താണ് ഫണ്ടമെൻ്റൽ റിസർച്ചാണ്. ഇവിടെ നമ്മൾ ഒരു ഇമ്മീഡിയറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് അല്ല അവിടെ കളക്ട് ചെയ്യുന്നത്. വി ആർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ ഫോർ എൻഹാൻസിങ് നോളേജ്. അതായത് നോളേജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സ് എമർജ് ചെയ്തത് അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ വെള്ളത്തിൽ നിന്നാണ് അതിൽ. അപ്പോൾ അതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് യൂസിനാണോ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് വല്ല ഉപകാരമുണ്ടോ? അതിനല്ല. എന്താണ് അറിവിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നോളേജ് ഇൻക്രീസ് ചെയ്യാൻ. അങ്ങനെ അഡ്വാൻസ്മെൻറ്റ് ഓഫ് നോളേജിലേക്ക് ലീഡ് ചെയ്യുന്ന സ്റ്റഡീസാണ് എന്ത് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് ദ
formulation of theory. Fundamental research is gathering knowledge for knowledge sake. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം ഇതാണ് എന്ന് വെച്ചാൽ അപ്ലൈഡ് റിസർച്ചാണ്. അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് കൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു യൂസ് ഉണ്ട്. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡികളാണ് എന്ത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്ലൈഡ് റിസർച്ചിൻ്റെയും തന്നെ എന്താണ് ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസിങ് എ സൊസൈറ്റി ഓർ ഇൻഡസ്ട്രി. ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രി കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു ഡിസ്കവറിങ് എ സൊല്യൂഷൻ ഫോർ സം പ്രസ്സിങ് പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് എന്ത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈഡ് റിസർച്ചിൽ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് റിസർച്ചിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന തിയറീസ് പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അപ്ലൈ ആണ് ചെയ്യുന്നത്. അങ്ങനെ തിയറീസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് അസംഷൻസ് ക്രിയേറ്റ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ അപ്ലൈഡ് റിസർച്ച് എപ്പോഴും എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് ഇൻവോൾവ് ചെയ്യുന്ന കേസാണ് എന്ത് നമ്മുടെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹൗ ടു റെഡ്യൂസ് കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് നമ്മൾ അനലിറ്റിക്കൽ റിസർച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ അതൊരു അപ്ലൈഡ് റിസർച്ചിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്യാം. കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് ആൻഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഈസ് റിലേറ്റഡ്. അത് ശരിക്കും എന്താണ് ജനറലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു തിയറി തന്നെയാണ്. കസ്റ്റമറുടെ കംപ്ലൈൻറ്റ്സ് മിക്കവാറും എവിടെ നിന്നുള്ളതായിരിക്കും, പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലുള്ള ഡിഫക്റ്റ് കാരണമായിരിക്കും. അപ്പോൾ നമ്മളൊരു അസംഷൻ ഫോം ചെയ്യാണ് എന്ത് കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് ആൻഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഈസ് റിലേറ്റഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ആ അസംഷൻ ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്ന റിസർച്ചുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. സോ സിംപ്ലി അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്ലൈഡ് റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസിങ് എ സൊസൈറ്റി ഓർ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ സൊസൈറ്റി കറൻ്റ്ലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് എന്ത് വേണം, ഒരു സൊല്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ എക്സാമിന് ഒരു ഷോർട്ട് എസ്സേക്കൊക്കെ ചോദിക്കാറുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബേസിക് റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് നമ്മൾ എപ്പോഴും ഡിഫറൻസ് എഴുതുമ്പോൾ ബേസിസ് ഏതൊക്കെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ വേണം എഴുതാൻ. എങ്കിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് കിട്ടുള്ളൂ. വെറുതെ വാരി വലിച്ച് പാരഗ്രാഫ് എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതാവുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുള്ളൂ, നോക്കണവർക്കും എളുപ്പമാണ്. എപ്പോഴും ഡിഫറൻസ് എന്തിൻ്റെ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ബേസിസ് ബിസിനസ് റിസർച്ച് അപ്ലൈഡ് റിസർച്ച് എന്നുള്ളത് എഴുതാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ബേസിസിൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതുക, മീനിങ് എഴുതുക. അത് എന്താണെന്ന് ആദ്യം മനസ്സിലാവണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കേസിൽ നോക്കുമ്പോൾ മീനിങ്, അപ്പോൾ എന്താ ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ ബേസിക് റിസർച്ച് എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ നോളേജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. സോ ബേസിക് റിസർച്ച് ഈസ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ ഫോർ എൻഹാൻസിങ് നോളേജ് ആണ്. നോളേജ് അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. പക്ഷെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നോളേജ് എൻഹാൻസ്മെൻറ്റിനല്ല, ഒരു ഇമ്മീഡിയറ്റ് നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാന്നുള്ള എയിമോട് കൂടി കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചുകളെയാണ് എന്ത് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസിങ് എ സൊസൈറ്റി ഓർ ഇൻഡസ്ട്രി. നെക്സ്റ്റ് വരുന്ന ബേസിസ് ആണ് പ്രോബ്ലം സെലക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ബേസിക്
റിസർച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ എന്താണെന്നറിയാൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ കണ്ടക്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചാണ് എന്ത്? ബേസിക് റിസർച്ച്. അപ്പോൾ അത് എപ്പോഴും സെലക്ട് ചെയ്യുക. അതിൻ്റെ പ്രോബ്ലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോപ്പിക്കാണ്. അതെപ്പോഴും സെലക്ട് ചെയ്യുക ആരായിരിക്കും? ഇൻഡിവിജ്വൽ റിസർച്ചർ ആയിരിക്കും. പക്ഷെ അപ്ലൈഡ് റിസർച്ച് പറഞ്ഞ് തോന്നണ പോലെ ചെയ്യുന്ന അല്ല, എന്താണോ അവിടെ പ്രോബ്ലം അറൈസ് ചെയ്തിരിക്കുന്നത് അത് സോൾവ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അത് മിക്കവാറും എംപ്ലോയർ ആയിരിക്കും. നമ്മുടെ ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു എംപ്ലോയർ ആയിരിക്കും എപ്പോഴും ഏത് പ്രോബ്ലത്തിനാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുക. നെക്സ്റ്റ് വരുന്നൊരു ബേസിസ് ആണ് മോട്ടിവേഷൻ ഫോർ റിസർച്ചർ. അതായത് റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള കാരണം. നമ്മൾ ബേസിക് റിസർച്ച് എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മീനിങ്ങിൽ പറഞ്ഞ പോലെ നോളേജ് അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താ? അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് തന്നെ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. നെക്സ്റ്റ് വരുന്ന ബേസിസ് ആണ് ഗോൾ എന്ന് പറയുന്നത്. ഗോൾ എന്ന് പറഞ്ഞാൽ ബേസിക് റിസർച്ചിൻ്റെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഫോർമുലേഷൻ ഓഫ് തിയറി ആൻഡ് ജനറലൈസ്ഡ് തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് ആ ഫിനോമിന, എന്താണ് അതിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? ബേസിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ അപ്ലൈഡ് റിസർച്ച് തിയറികൾ ഡെവലപ്പ് ചെയ്യാനല്ല, സോഷ്യൽ പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യുക. ഓരോ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ആ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്ന ബേസാണ് റിസർച്ച് ഏരിയ. ബേസിക് റിസർച്ച് മിക്കവാറും ഈ സയൻറ്റിഫിക് റിലേറ്റഡ് ആയിരിക്കും. അത് കണ്ടക്ട് ചെയ്യുക ലബോറട്ടറികളിലായിരിക്കും. ലബോറട്ടറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലാബ് മാത്രമല്ല. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ സെലക്ട് ചെയ്ത് കൺട്രോൾഡ് കണ്ടീഷനിൽ അവരെ കീപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ പോലെ പ്യുവർ ലാബ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രൈവറ്റ് സെറ്റിങ്ങിലായിരിക്കും എപ്പോഴും ബേസിക് റിസർച്ച് നടക്കുക. പക്ഷെ അപ്ലൈഡ് റിസർച്ച് അങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. റിയൽ വേൾഡ് സെറ്റിംഗ് നാട്ടോ. അത് വേൾഡ് സെറ്റിങ്ങിലാണ് എന്ത് നടക്കുക? അപ്ലൈഡ് റിസർച്ച് നടക്കുക. ഇനി നേച്ചർ. ബേസിക് റിസർച്ച് എപ്പോഴും അനലറ്റിക്കലാണ്. അനലറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാണ് ഓരോ ഇൻഫോർമേഷനെയും. പക്ഷേ അപ്ലൈഡ് റിസർച്ച് പറഞ്ഞാൽ സിന്തറ്റിക് ആണ്. അതായത് വി ആർ അപ്ലൈയിങ് the basic research theories to practical situation. നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത തിയറീസിനെ എന്താണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ബേസിസ് നമ്മൾ കണ്ട? മീനിങ്, പ്രോബ്ലം സെലക്ഷൻ, മോട്ടിവേഷൻ ഓഫ് റിസർച്ച്, ഗോൾ, റിസർച്ച് ഏരിയ ആൻഡ് നേച്ചർ. നെക്സ്റ്റ് വരുന്നതാണ് അപ്ലിക്കേഷൻ ഓഫ് റിസൾട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ബേസിക് റിസർച്ച് ഒരിക്കലും ഉടനടി അപ്ലൈ ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റീവോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കൺസേൺ വിത്ത് ദ അപ്ലിക്കേഷൻ ഓഫ് റിസൾട്ട്. ബട്ട് അപ്ലൈഡ് റിസർച്ച് എന്താ? ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതായത് അത് കണ്ടക്ട് ചെയ്യുന്നതേ ഈ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ അപ്ലിക്കേഷൻ ഓഫ് റിസൾട്ട്. പിന്നെ യൂസ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് നോംസ്. പ്രീ ഡിറ്റർമൈൻഡ് നോംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈപ്പോത്തസിസ്, അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ബേസിക് റിസർച്ച് അങ്ങനെ പ്രത്യേകം ഒബ്ജക്റ്റീവോ ഹൈപ്പോത്തസിസിനോട് കൂടിയിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യണതല്ല. പക്ഷെ അപ്ലൈഡ് റിസർച്ചിന് എപ്പോഴും എന്തുണ്ടായിരിക്കും? ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കും, ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടായിരിക്കും. അല്ലേ? ഒരു പ്രോബ്ലം അറൈസ് ചെയ്ത് എന്താണ്? ആ പ്രോബ്ലം വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. അപ്പം അതൊക്കെ അപ്ലൈഡ് റിസർച്ച് ഉണ്ടായിരിക്കും. ഇനി സ്കോപ്പ്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ വൈഡ് സ്കോപ്പാണ്. അത് നമുക്ക് ജനറലൈസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് തിയറിയാണ്. അത് മിക്കവാറും ഒരു ജനറലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തിയറീസ് ആണ് ഫോർമുലേറ്റ് ചെയ്യുക. പക്ഷെ അപ്ലൈഡ് റിസർച്ച് എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ പ്രീ ഡിറ്റർമൈൻഡ് കണ്ടീഷൻസിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ്. അതിനെപ്പോഴും ഒരു വൈഡ് അപ്ലിക്കബിലിറ്റി ഉണ്ടാവില്ല. ആ ഒരു പ്രോബ്ലത്തിന് മാത്രം അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. പിന്നെ എന്താണ്? ഡിസെമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ. ഡിസെമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ കിട്ടിയ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക് റിസർച്ച് എപ്പോഴും
ടെക്നിക്കൽ ലാംഗ്വേജിൽ ടെക്നിക്കൽ ജേർണൽസിനാണ് പബ്ലിഷ് ചെയ്യുക. ഒരു ലേ മാൻ അത് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജിലല്ല ആ ഇൻഫോർമേഷൻസ് പബ്ലിഷ് ചെയ്യുക. പക്ഷെ അപ്ലൈഡ് റിസർച്ച് എപ്പോഴും ഒരു ലേ മാന് അണ്ടർസ്റ്റാൻഡബിൾ ആകുന്ന രീതിയിൽ കോമൺ ലാംഗ്വേജിലാണ് പബ്ലിഷ് ചെയ്യുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ടു ഡിസിഷൻ മേക്കേഴ്സ്. കാരണം പബ്ലിക്കിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്, പബ്ലിക് ഫേസ് ചെയ്യുന്ന സൊല്യൂഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് റിസർച്ചും അപ്ലൈഡ് റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ്. നന്നായി പഠിക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വായിക്കുക. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.